ഹായ് എവരിബഡി, വെൽക്കം ടു ജിനൂസ് ഫിസിക്സ് വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി മെഷേർഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നും അതെങ്ങനെ മെഷർ ചെയ്യാമെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആർ യു റെഡി? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്കൊരു മാഗ്നറ്റിനെ ആദ്യം ഒന്ന് സങ്കല്പിക്കാം. സേ ഇഫ് ദിസ് ഈസ് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റ് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പെൻ ഞാനൊരു മാഗ്നറ്റായിട്ട് സങ്കല്പിച്ചാൽ ഈ മാഗ്നറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഇരുമ്പാണി വയ്ക്കുന്നു. അപ്പോൾ ദിസ് മാഗ്നറ്റ് വിൽ അട്രാക്ട് ദിസ് അയൺ നെയിൽ. ഓക്കെ, മാഗ്നറ്റ് ഇതിനെ ആകർഷിക്കും. സോ ഞാൻ കുറച്ചും കൂടി ഇത് അകലത്തിൽ വയ്ക്കുന്നു. അപ്പോൾ അത്ര പെട്ടെന്ന് ഈ ഒരു മാഗ്നറ്റിന് ഈ ഇരുമ്പാണി ആകർഷിക്കാൻ പറ്റില്ല. ചെറിയ ഒരു ബലം ഉണ്ടാവും അല്ലേ? കുറച്ച് അകലെ വെച്ച് കഴിഞ്ഞാലോ ഇതിനെ അട്രാക്റ്റ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ഇത് ഈ മാഗ്നറ്റിൻ്റെ അടുത്ത് ഏതോ ഒരു സ്ഥലം വരെ, ഏതോ ഒരു ബൗണ്ടറി വരെ വയ്ക്കുമ്പോഴാണ് ഈ ആണിയെ ഈ മാഗ്നറ്റ് ആകർഷിക്കുന്നത് അല്ലേ? മാഗ്നറ്റ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു ഐഡിയയാണ് ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, suppose a charge is placed here. Charge, let it be Q. Charge is placed here. Okay, capital Q. Now another charge is placed here, small q. മറ്റൊരു ചാർജ് ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഇത് സെയിം ചാർജ് ആണെങ്കിൽ എന്തായിരിക്കാം? റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇറ്റ് വിൽ അട്രാക്റ്റ്. മറ്റൊരു ചാർജ് ഇവിടെ വെച്ചു. അപ്പോൾ അതിലും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു അല്ലേ? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ ഈ ചാർജിനെ തൊട്ടടുത്ത ഒരു റൂമിലേക്ക് മാറ്റി. അപ്പോൾ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഇനി ഞാൻ ഈ ചാർജിനെ അടച്ചു പിടിച്ചു. ഇതിനെ ക്ലോസ് ചെയ്തു. ഇതിനെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഈ ചാർജുകളെ ഇവിടെ പ്ലേസ് ചെയ്തു പല സ്ഥലങ്ങളിൽ. അപ്പോൾ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തപ്പോൾ ഇതിങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത റൂമിലേക്ക് പോയപ്പോൾ അട്രാക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ എന്തോ ഒരു പ്രത്യേക എഫക്റ്റ് അനുഭവപ്പെടുന്നു. ഈ ഒരു റീജിയനിലൊരു എഫക്റ്റ് അനുഭവപ്പെടുന്നു അല്ലേ? ഒരു പർട്ടിക്കുലർ എഫക്റ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് റീജിയൻ ആൻഡ് ദാറ്റ് എഫക്റ്റ് ഈസ് ദി എഫക്റ്റ് ഓഫ് ഫോഴ്സ്. ദാറ്റ് എഫക്റ്റ് ഈസ് ദി എഫക്റ്റ് ഓഫ് ഫോഴ്സ്. അതുകൊണ്ടാണല്ലോ ഇത് ഈ റീജിയനിൽ മാത്രം വയ്ക്കുമ്പോൾ അട്രാക്റ്റ് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്, ഡ്യൂ ടു ദിസ് ചാർജ്. അപ്പോൾ ഈ ചാർജ് ഇവിടെ പ്ലേസ് ചെയ്തത് കാരണമാണ് ഇതിനെല്ലാം അങ്ങനെ ഒരു അട്രാക്റ്റീവോ റിപ്പൽസീവോ ആയിട്ടുള്ള ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിനുള്ള കാരണം ഈ ഫോഴ്സ് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞ അടുത്ത ഒരു റൂമിലേക്ക് മാറ്റിയപ്പോൾ ഫോഴ്സ് ഇല്ല. ഇവിടെ വെച്ചപ്പോൾ, കുറച്ചും കൂടെ അകലെ വെച്ചപ്പോൾ ഫോഴ്സ് വളരെ കുറച്ചാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ചാർജിന് ചുറ്റുമുള്ള ആ ഒരു റീജിയൻ വേർ ഇഫ് വി പ്ലേസ് അനദർ ചാർജ്, then it will experience, these charges will experience a force. ഇവിടെ കിട്ടിയോ? എന്താ ഇവിടെ കിട്ടിയത്? ഒരു ചാർജ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്പേസ്, അതിന് ചുറ്റുമുള്ള സ്പേസിൽ
ഏതോ ഒരു ബൗണ്ടറി വരെ നമ്മൾ മറ്റ് ചില ചാർജുകൾ പ്ലേസ് ചെയ്തപ്പോൾ, പുറത്തുനിന്ന് കൊണ്ടുവന്ന ചാർജ് പ്ലേസ് ചെയ്തപ്പോൾ ഇതിൽ ചില ഫോഴ്സുകൾ എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കാം അല്ല ഇങ്ങോട്ടായിരിക്കാം, ഡിപ്പെൻഡിങ് ഓൺ ദി ചാർജ്, ദി നേച്ചർ ഓഫ് ദി ചാർജ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത്. കാന്തിക മണ്ഡലം പോലെയാണ് ഇതും. ഇതിനെ വൈദ്യുത മണ്ഡലം എന്നാണെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാന്തിക മണ്ഡലത്തിൽ നിങ്ങൾക്കറിയാലോ കാന്തത്തിന് ചുറ്റുമുള്ള ഒരു സ്പേസാണ്. അതേപോലെ ദി ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി സ്പേസ് or a region around a charge in which if we place another charge it will experience a force. Okay, so electric field is the region or a space around a charge in which another charge experiences a force. Okay, so അതാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് വരാം. It is the space or region in which a charge experiences a force. Which a charge experiences a force. It is the space or region in which a charge experiences a force, which is called a electric field. Okay, ready? അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആ ഒരു ഫോഴ്സ് വെച്ചുകൊണ്ട് അതിനെ എങ്ങനെ മെഷർ ചെയ്യാം, അങ്ങനെ മെഷർ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കിട്ടുന്നത്. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് only after measuring that force. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ നമുക്കൊന്ന് പറയാം. റെഡി? അപ്പോൾ അതിൻ്റെ ഐഡിയ പറയുന്നതിന് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്കറിയാം ഈ ചാർജിൻ്റെ മാഗ്നറ്റ്യൂഡിനനുസരിച്ചായിരിക്കും ഇരിക്കുന്നത് അല്ലേ. നമ്മൾ കുളംസ് ലയിൽ ഉൾപ്പെടെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പുറത്തൊരു ചാർജ് എവിടെ വെച്ച് കഴിഞ്ഞാലും ആ ചാർജുകളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴും ആ വയ്ക്കുന്ന ചാർജിൻ്റെ മാഗ്നറ്റ്യൂഡിന് പ്രൊപ്പോർഷണലായിരിക്കും. ഓക്കെ, സോ ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് in an electric field is always proportional to its magnitude. And also that force depends also on the electric field. ഇവിടെ എത്രയാണോ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അങ്ങോട്ടങ്ങോട്ട് പോകും തോറും ഇലക്ട്രിക് ഫീൽഡ് വളരെ വീക്കായിട്ട് വരും, അതുകൊണ്ട് അത്രമാത്രം ഫോഴ്സ് ലഭിക്കില്ല. അപ്പോൾ കുറച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വരും തോറും ഇതിനടുത്ത് ഈ ഒരു ചാർജിൻ്റെ അടുത്തോട്ട് വരും തോറും അതാണ് കൂടുതൽ ഫോഴ്സ് ലഭിക്കുന്നു. എൻ്റെ അർത്ഥം കൂടുതലായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ് ഫോഴ്സ് ഈസ് ആൾസോ പ്രൊപ്പോർഷണൽ ടു ദി ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ്. And ഇത് നമുക്ക് ജോയിൻ ചെയ്യാം. F is proportional to QE and I am putting a constant. F is equal to K into QE. Then what about E, electric field? See, this is the magnitude of the electric field intensity.
ഇയെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നും അല്ലെങ്കിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്നും വിളിക്കാം. ഓക്കെ, സോ ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ, പിന്നെ കെയും കൂടെ വരും. കെ ഒരു പുതിയ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നു. സേ കെ, ഓക്കെ, ഒരു പുതിയ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത് വന്നു. ഇതിന് പുറത്ത് വന്നു കഴിഞ്ഞാലും പുതിയ കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കും. സോ നമ്മൾ ഏതൊരു ഡെഫിനിഷനും ഡിഫൈൻ ചെയ്യാനായിട്ട് സാധാരണ കെയുടെ വാല്യൂ ഒന്നാക്കി മാറ്റും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എഫ് ഈസിക്കളുടെ എം എ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ചെയ്യുന്നത്? അതേപോലെ തന്നെയാണ്. ലെറ്റ് എ ചാർജ് ഓഫ് 1 coulomb is placed there. A charge of 1 coulomb is placed here. ഇവിടെ 1 coulomb ആണ് വെച്ചത്. അവിടെ 1 coulomb വെച്ച് കഴിഞ്ഞാൽ അതിന് ലഭിച്ച ഫോഴ്സ് 1 ന്യൂട്ടൺ എന്നിരിക്കട്ടെ. ഓക്കെ, ഈ ചാർജിന് ലഭിച്ച ഫോഴ്സ് 1 ന്യൂട്ടൺ എന്നിരിക്കട്ടെ. ദെൻ ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ you will get E is equal to അല്ലേ, E is equal to K into 1/1 അല്ലേ, K is equal to 1/1, and I am assuming that the electric field or the electric intensity is 1. Electric intensity is 1. Then K is equal to 1. K is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ പുട്ട് ചെയ്യാം. Then what is E? E is equal to F by Q. E is equal to F by Q. So this is the relation for electric field intensity or electric intensity. So what is the relation? E is equal to F by Q. E is equal to F by Q. So electric intensity is the force per unit charge. How can we define this? Electric intensity is the force per unit charge. What is electric intensity? It is the force per unit charge, F by Q. Okay, so കൃത്യമായി ഈ റിലേഷൻ നിങ്ങൾ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് what is the force experienced by a charge? F is equal to QE. See, electric intensity is a vector quantity. So therefore electric intensity vector quantity ആണ്. അപ്പോൾ ഇവിടെ ഫോഴ്സ് അല്ലെങ്കിൽ വെക്ടർ ആണെന്ന് നമുക്കറിയാം. So what is the direction of this force? It is in the direction of electric intensity. What is the direction of force? It is in the direction of electric intensity. So electric intensity directionലായിരിക്കും ഫോഴ്സ് വരിക. So if you assume 1 coulomb, 1 coulombനെ നമുക്ക് വിളിക്കാം യൂണിറ്റ് ചാർജ്. എന്താ 1 coulombനെ പറയുന്ന പേര്? യൂണിറ്റ് ചാർജ്. സോ യൂണിറ്റ് ചാർജ് ആണെങ്കിൽ ഇവിടെ ഈ 1 coulomb ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി ആൻസർ? F is equal to E. So a very important result, that is the electric intensity is measured by the force experienced. ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വെച്ചുകൊണ്ടാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 1 coulomb ചാർജ് ഒരു സ്ഥലത്തിരിക്കുന്നു. അപ്പോൾ ഒരാൾ ചോദിക്കുന്നു, ഒരു 1 coulomb ചാർജിൽ 50 ന്യൂട്ടൺ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ചോദ്യം ഇതാണ്, ദെൻ വാട്ട് ഈസ് ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി? എത്ര വരും? 50 തന്നെയാണ്. 50 ന്യൂട്ടൺ പെർ കൂളോം അല്ലേ? സോ വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി? അതാണ് ഇവിടെ അറിയേണ്ടത്.
അല്ലേ? അത് ഈ റിലേഷൻ നോക്കിയാൽ മതി. ഈ സമയം എഫ് ബൈ ക്യു അല്ലേ? അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് അറിയാൻ ന്യൂട്ടൺ പെർ കൂളർ പിടികിട്ടിയടെ, ന്യൂട്ടൺ പെർ കൂളർ. സോ വാട്ട് ഈസ് ദി യൂണിറ്റ്? ന്യൂട്ടൺ കൂളോം റൈസ് ടു -1 or Newton per Coulomb. Okay, then what is the dimension? What is the dimension? Dimension of E. Dimension of E. ഏത് അങ്ങനെ കൊടുക്കാം? ഇതിൽ നിന്ന് തന്നെ കൊടുക്കാം. ഈയുടെ ഡയമെൻഷൻ അറിയാൻ, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ അറിയാമല്ലോ. mL/T⁻²/2 ബൈ ചാർജ്. ചാർജിൻ്റെതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ എഴുതുന്നുണ്ടായിരുന്നു. ചാർജിന് A×T അല്ലേ? സോ ഫോഴ്സിൻ്റെത് mL/T⁻²/2 ബൈ A. കറണ്ട് ഇൻറ്റു ടൈമാണ്. അതുകൊണ്ടാണ് A×T. കറണ്ടിൻ്റെ ഡയമെൻഷൻ A ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ഫണ്ടമെൻ്റൽ യൂണിറ്റ് A×ടൈം T. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് E? എന്തോരൂടെ? ഇവിടെ എം ഉണ്ട് അല്ലേ? അപ്പോൾ എന്തോരം? mL/T⁻², ഇതങ്ങ് മുകളിൽ പോകുമ്പോൾ -3 A⁻−1. So this is the dimension of E. This is the unit of E, electric intensity എന്നാണ്. Okay, and this is the force experienced by a charge in an electric field. പിന്നെ പറഞ്ഞു ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് മെഷേർഡ് ബൈ ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ്. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈക്വൽ ടു ഫോഴ്സ്. ദെൻ E ഈസ് ഈക്വൽ ടു F/Q. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈസ് ദി ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ഓക്കെ, ദെൻ നമ്മുടെ കെയുടെ വില 1 ആയിട്ട് അല്ലേ, 1 കൊടുത്ത് നമ്മൾ F = ma ചെയ്യുന്ന പോലെ ചെയ്തിട്ട് E = F/Q എത്തിച്ചേർന്നു. സോ ദാറ്റ് ഈസ് ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. ആൻഡ് ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ കാര്യം ഇത്രയും ആലോചിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ഡൈപോൾ, ഇതെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് തൽക്കാലം ഇത്രയും ഓർത്ത് വെച്ചിരിക്കുക. ഈ റിലേഷൻസ്, ദിസ് റിലേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് for the electric intensity and this relation is important. Okay, അപ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈസ് ദി ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ഇത്രയും ഓർത്തിരിക്കുക. റെഡി? ഓക്കെ, ബൈ, സീ യു, ഗുഡ് നൈറ്റ്.